ഡിഫൻസ് സെക്ടറിലെ ഒരു ഹൈ ഗ്രോത്ത് സ്റ്റോക്കാണ് ഡേറ്റ പാറ്റേൺ ഇന്ത്യ ലിമിറ്റഡ്. ഡേറ്റ പാറ്റേൺ ഇന്ത്യ ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 3.4% ഇടിഞ്ഞ് 2311 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽ ഉൾപ്പെട്ടതും ഇന്ത്യയിലെ ഏറ്റവും അധികം വളർച്ചയുള്ള ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് സെക്ടറിലെ കമ്പനിയുമായ ഡേറ്റ പാറ്റേണിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവന്നു. മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന ക്വാർട്ടർലി റിസൾട്ട് ആയതുകൊണ്ട് ഡേറ്റ പാറ്റേണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. 12,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 71.22. LCA തേജസ്, ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ, ബ്രഹ്മോസ് മിസൈൽ എന്നിവയ്ക്ക് ആവശ്യമായ പല കമ്പോണൻറ്റും മാനുഫാക്ചർ ചെയ്യുന്ന എയ്റോസ്പേസ് ആൻഡ് ഇലക്ട്രോണിക്സ് സെക്ടറിലെ ഒരു കമ്പനി കൂടിയാണ് ഡേറ്റ പാറ്റേൺ. ഡേറ്റ പാറ്റേണിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. സെയിൽസ് 108 കോടിയിൽ നിന്നും 91 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 104 കോടിയിൽ നിന്നും 91 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും സെയിൽസ് ഇടിഞ്ഞു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 34 കോടിയിൽ നിന്നും 30 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 33 കോടിയിൽ നിന്നും 30 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിഞ്ഞു. ROE 14.3%, ROCE 19.7%. 7 കോടി രൂപയുടെ കടമുള്ള കമ്പനിക്ക് മുകളിൽ 1338 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് 42% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 14.3%, DISന് 8.7%, പബ്ലിക്കിന് 34% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 32%, പ്രോഫിറ്റ് ഗ്രോത്ത് 47%, ROE 16%. ഡേറ്റ പാറ്റേൺ എന്ന സ്റ്റോക്ക് ആൾറെഡി ബിയറിഷ് ട്രെൻഡിലാണ്. സ്റ്റോക്ക് 3,500 രൂപയിൽ നിന്നും കറക്റ്റായി 2,200 വരെ എത്തി. അതിനുശേഷം സ്റ്റോക്കിന് 2,500 എന്ന ലെവലിനടുത്ത് റെസിസ്റ്റൻസ് നേരിടുകയും 2,300-നടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 2,200 ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 2,000 സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടുമാണ്. ക്വാർട്ടർലി റിസൾട്ട് മോശമായതുകൊണ്ട് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഡേറ്റ പാറ്റേൺ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ജൂപ്പിറ്റർ വാഗണിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3.2% ഇടിഞ്ഞ് 493 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 20,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ 52 വീക്ക് ഹൈ 748. സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. ജൂപ്പിറ്റർ വാഗണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും പെർഫോമൻസ് അത്ര മികച്ചതല്ല. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 9.3% വർദ്ധിച്ച് 82 കോടിയിൽ നിന്നും 89 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 14.7% വർദ്ധിച്ച് 1,009 കോടിയായി മാറി. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 8.83% വർദ്ധിച്ച് 109 കോടിയിൽ നിന്ന് 119 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 139 കോടി രൂപയ്ക്കടുത്ത് രേഖപ്പെടുത്തുകയും ചെയ്തു. എബിറ്റ മാർജിൻ 13.7-ൽ നിന്നും 13.8-ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഹാഫ് ഇയർ ബേസിസിൽ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ അവിടെ നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ച് 144 കോടിയിൽ നിന്ന് 181 കോടിയിലേക്ക് എത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 15% വർദ്ധിച്ച് 1,888 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് എന്ന കമ്പനി ജൂപ്പിറ്റർ ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന പേരിൽ പുതിയൊരു ഫുള്ളി ഓൺഡ് സബ്സിഡറി കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഈ സബ്സിഡറി കമ്പനി റെയിൽവേ, ഇലക്ട്രിക് ട്രക്ക് തുടങ്ങിയക്ക് ആവശ്യമായ ബാറ്ററി ജനറേറ്റ് ചെയ്യുകയും സപ്ലൈ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഒഡീസയിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 2,50,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും കമ്പനി നടത്തിയിട്ടുണ്ട്. ജൂപ്പിറ്റർ വാഗൺ എന്ന കമ്പനി പ്രധാനമായും റെയിൽ വാഗൺ, കാസ്റ്റിംഗ്, മെറ്റൽ ഫാബ്രിക്കേഷൻസ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. കൂടാതെ റെയിൽ ഫ്രൈറ്റ് വാഗണും അതിനാവശ്യമായിട്ടുള്ള കമ്പോണൻറ്റും കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു. ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്ക് 493 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 380 പ്രധാന സപ്പോർട്ടാണ്. ഈ 380 എന്ന സപ്പോർട്ട് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 450 ഒരു പ്രധാന സപ്പോർട്ടാണ്. 450 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 400 എന്ന ലെവലിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. 525 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയും പ്രവർത്തിക്കുന്നു. മൂന്നാമത്തെ അപ്ഡേറ്റ് ഡിക്സൺ ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 0.7% ഇടിഞ്ഞ് 15,578-നടുത്ത് ക്ലോസിംഗ് നൽകി. ഡിക്സൺ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ഫിക്സഡ് ബ്രോഡ്ബാൻഡ് ഡിവൈസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഡിക്സൺ ടെക്നോളജി നോക്കിയയുമായി കൊളാബറേഷനിലെത്തി. ഇവിടെ നോക്കിയയുമായി പ്രവർത്തിച്ച്
ഫൈബർ ടു ഹോം 5G ഫിക്സഡ് വയർലെസ് ആക്സസ് ടെക്നോളജി റൂട്ടർ തുടങ്ങിയ ബ്രോഡ്ബാൻഡ് ഡിവൈസ് ആയിരിക്കും കമ്പനി മാനുഫാക്ചർ ചെയ്യുക. 10 മില്യൺ ഡിവൈസ് ആനുവലി മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇവിടെ നോക്കിയയുടെ ചെന്നൈ ബേസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ടറും ഡിക്സൺ ടെക്നോളജിയുടെ തന്നെ ഡിക്സൺ ഇലക്ട്രോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയും ചേർന്നാണ് ഇത്രയും വലിയ, അതായത് 10 മില്യൺ ഡിവൈസ് ആനുവലി പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ കമ്പനി ബ്രോഡ്ബാൻഡ് ഡിവൈസ് സെക്ടറിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. ഇത് ഡിക്സൺ ടെക്നോളജിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. അതേസമയം 16,000 എന്ന ലെവലിൽ ഡിക്സൺ ടെക്നോളജിക്ക് വളരെ വലിയ റെസിസ്റ്റൻസ് ഉണ്ട്. 15,000 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. സ്ട്രോങ് സപ്പോർട്ട് 14,000-നടുത്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.